ശോഭാ സുരേന്ദ്രൻ, എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. ബി.ജെ.പിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഈ മാസം 7-8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ 4 കൗൺസിലർമാർക്കും എതിരെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങളാണുള്ളത്. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചതായും നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചാരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. അതേസമയം കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തിയെന്ന് തെളിവ് സഹിതമാണ് റിപ്പോർട്ട് നൽകിയത്. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബി.ജെ.പിയിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ബി.ജെ.പിക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. പാലക്കാട്ട് സി കൃഷ്ണകുമാർ ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയെന്നും ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചതായും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ചില മുതിർന്ന നേതാക്കളുടെ ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു ചർച്ച വന്നാൽ 4 കാലിൽ വീഴാനുള്ളതെല്ലാം ഔദ്യോഗിക വിഭാഗത്തിന്റെ കയ്യിലുണ്ടെന്ന് സാരം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.